എന്തായാലും ലക്ഷ്മിയുടെ കുഞ്ഞു പോയി കാണും. പക്ഷേ അത് പോയെന്ന് നമുക്കൊന്ന് തീർച്ചപ്പെടുത്തണം. അതിന് അവിടെ പോയാലേ പറ്റൂ. ആ അത് ശരിയാ മോളെ. അവളുടെ കുഞ്ഞ് ആവിയായി പോയോന്നറിയാനേ എനിക്കും താല്പര്യമുണ്ട്. പിന്നെ ഇവനെ വേറെ ഏതെങ്കിലും ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നതിലും നല്ലത് ഇപ്പോ അതുപോലൊരു വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാ. ശരീരം മുഴുവനും ചതഞ്ഞിരിക്കുക. അങ്ങേര് പച്ചില മരുന്നൊക്കെ ഇട്ടൊന്ന് തടവി കഴിഞ്ഞ ഇവൻ പഴയപടിയാകുമെന്നാ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഏതു നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ എന്തായാലും അവളെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാലേ ഉടനെ എന്നെ വിളിച്ച് വിവരം പറയണം. ഓ, അവളുടെ കുഞ്ഞു പോയിന്നറിഞ്ഞാൽ അച്ഛനെ തല്ലുകൊണ്ടതിന്റെ സങ്കടം പോലും അവിടെ തീരും. അത് തന്നെയാ മോളെ എന്റെ ഉദ്ദേശം. ഈ വേദനയിൽ നിന്നൊക്കെ ഇത്തിരി മോചനം കിട്ടാൻ കുഞ്ഞുപോയ സങ്കടത്തിൽ കരഞ്ഞു തളർന്നു നിൽക്കുന്ന ആ പിശാചിനെ എനിക്കൊന്ന് കാണണം. അവിടേക്ക് പോകുന്നൊക്കെ കൊള്ളാം. അവിടേക്ക് ആ മാർക്കോ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആ സാഗറൊക്കെ തോമസ് വൈദ്യന്റെ ഡ്രൈവറാ. അതോടെ ഓർമ്മ വേണം. ഓ, ഏതായാലും അയാളുടെ വീട്ടിൽ കയറി അവന്മാരൊന്നും എന്നെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. ആ ഉറപ്പെനിക്കുണ്ട്. അപ്പോഴമ്മേ എന്റെ ശരീരം ആകെ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് തുടച്ചാൽ മതി. ഓ, തുടച്ചു തരാം. എനിക്കിനി കുളിക്കാനൊന്നും വയ്യ. നമുക്കേ എന്തെങ്കിലും കഴിച്ചിട്ടങ്ങ് ഇറങ്ങാം. ഓ ശരി, എന്നാ പിന്നെ ഞാൻ പോയി ഒന്ന് റെഡി ആയിട്ട് വരാം. അത് കുടിക്കേ വാ മോളെ. വയറ്റിനകത്ത് ഇപ്പോഴൊരു കത്തലുണ്ട്. സാറ് തരുന്ന മരുന്ന് കഴിക്കുമ്പോഴാ ഒരു കുളിർമ ഉണ്ടാവുന്നത്. എന്തായാലും അപകടം ഒഴിഞ്ഞു പോയല്ലോ. ഇപ്പൊ ഭയമൊന്നും വേണ്ടാന്ന് 2 ഡോക്ടർമാരും പറഞ്ഞല്ലോ. പതുക്കെ ഇറങ്ങണേ. വയ്യമ്മേ, പതുക്കെ വന്നാ മതിയടാ. നടക്കാൻ വയ്യ. സൂക്ഷിച്ചു പതുക്കെ നട. ആരൊക്കെയാ വരുന്നേ നോക്ക്. വാ. അയ്യോ, എന്താ? ഓ, വാ. എന്തു പറ്റി? ഒന്നും പറയണ്ടെന്റെ ലേഖമോളെ. ഇന്നലെ രാത്രി ഏതോ ഒരു ദ്രോഹി വന്ന് പറ്റിച്ച പണിയാ. എന്റെ വാരിയല് മുഴുവൻ ഇടിച്ചു പിഴിഞ്ഞു കളഞ്ഞു. എന്റെ ലക്ഷ്മി, നീ കഴിച്ച പലഹാരത്തിനകത്ത് വിഷമുണ്ടെന്ന് പറഞ്ഞ് എന്നെ എന്തിനാ പ്രതിയാക്കുന്നേ? മനസ്സാ വാച എനിക്കതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അതെ, നിന്റെ വീട്ടിൽ വന്നാണ് മോഹിനി നിനക്ക് പലഹാരം ഉണ്ടാക്കി തന്നത് ആണേ. പിന്നെ അതിനകത്ത് വിഷം കലർന്നെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇവനാണോ? മേഘം കിടപ്പിലാണോ? അവന്റെ അച്ഛനും വയ്യ. പിന്നെ അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളെ ചെയ്യൂ. ഓ, പറയുന്ന കേട്ടോ അമ്മേ. പറയുന്നവരൊക്കെ പറഞ്ഞോട്ടടാ. അതേ നാണയത്തിൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റില്ലല്ലോ പ്രതാപ. അങ്ങനെ തിരിച്ചടിച്ചാലേ ഇവിടെ ചിലപ്പോ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നു. വിഷം കലർന്ന പലഹാരം ഉള്ളിൽ ചെന്നപ്പോ തന്നെ സംഭവിക്കേണ്ടത് സംഭവിച്ചു.
മഹാലക്ഷ്മിയുടെ കുഞ്ഞെന്ന സ്വപ്നം പൊലിഞ്ഞെന്നാ ഞാൻ പറഞ്ഞേ. എന്താ അത് കേട്ടപ്പോ സന്തോഷായോ? നല്ല വേദനയോടാ വന്നത്. പക്ഷെ കുഞ്ഞ് പോയെന്നറിഞ്ഞപ്പോ ആ വേദന അങ്ങ് മറന്നു പോയതുപോലെ ആയല്ലോ. അയ്യോ, അങ്ങനെ ഒന്നും പറയല്ലേ. വേദന സഹിക്കാൻ വയ്യ ഇവനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി മുഴുവനും ഭയങ്കര നിലവിളിയായിരുന്നു. ഒറ്റ പോളെ കണ്ണടച്ചിട്ടില്ല. ജനിക്കാത്തൊരു കുഞ്ഞിനോടാണ് നിങ്ങൾ ഈ ക്രൂരത കാണിച്ചത്. അതിനുള്ള ശിക്ഷയുണ്ടല്ലോ, അത് എത്രത്തോളം ഭീകരമായിരിക്കും പറയാൻ പറ്റില്ല. ഇതൊക്കെ കേട്ടിട്ടും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല മോളെ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഇവള് വിഷം കഴിച്ചതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. അതെ. എന്നാ എനിക്ക് തല്ലുകൊണ്ടതിന് നിങ്ങളൊക്കെ ഉത്തരവാദികളാ. മാർക്കോയെ തന്നെയാ ഞങ്ങൾക്കൊക്കെ സംശയം. അതെ അതെ അതെ, തല്ലിന്റെ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ തന്നെയാണ് ഈ പാപം ചെയ്തെന്നുള്ള കാര്യം ഉറപ്പാ. മോളെ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛൻ ചത്തുപോയതിനു ശേഷം ഇവനാണ് നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഇവനെ നീ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, എന്നെയും കയറ്റി. അതിന്റെ പിന്നാലെ ഇപ്പതേ ഇവന്റെ ശരീരം ഈ പരുവത്തിലാക്കി. അതും ചെയ്യാത്ത കുറ്റത്തിന്. ഈ പ്രായത്തിൽ മൂത്തവരെ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചാലേ നമുക്ക് അതിന്റെ ഇരട്ടി വേദനിക്കേണ്ടി വരും. നീ നടക്ക്, വാ പതുക്കെ പോക്ക്. അയ്യോ, മഹി വാ. നിന്റെ ചികിത്സക്കൊപ്പം അവളുടെ കുഞ്ഞു പോയെന്നാണല്ലോ നിനക്ക് അറിയേണ്ടിയിരുന്നത്. അറിഞ്ഞല്ലോ, കുഞ്ഞു സ്വാഹ. പെട്ടെന്നേ തോമസ് വൈദ്യരെ കണ്ടിട്ട് മുറിയിലോട്ട് പോവാ. എന്നിട്ട് വേണം ഒന്ന് ചിരിച്ചു മരിക്കല്ലേ. നീ ചിരിക്കല്ലേ? വാ, ഞാൻ ചിരിച്ചോളാം. ഇരിക്ക. കുഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് വലിയ വിഷമാ. എങ്കിലും അവര് കുറച്ചു നേരം കൂടെ സന്തോഷിച്ചോട്ടെ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. കുഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് രണ്ടിന്റെയും മുഖത്ത് വന്ന സന്തോഷം കണ്ടോ? എന്നിട്ടത് മറയ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ലോകത്ത് ഇതുപോലുള്ള ആൾക്കാർ കാണില്ല. പറഞ്ഞത് കേട്ടില്ലേ, നല്ല ശുദ്ധമായ പലഹാരമാണല്ലോ അമ്മ ഉണ്ടാക്കി തന്നത്, പിന്നെ എങ്ങനെയാ അതിനകത്ത് വിഷം കലർന്നേന്ന്. അതിന്റെ പേരിൽ എന്തിനാ അയാളെ തല്ലിയതെന്ന്. സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വഴികളുണ്ടെന്ന് രണ്ടിനും അറിയില്ല. മഹിക്ക് മനസ്സിലായോ? കുഞ്ഞു പോയോ ഇല്ലേന്ന് അറിയാനുള്ള ആകാംക്ഷ തന്നെയാ അയാൾ ഇങ്ങോട്ടേക്ക് ചികിത്സ തേടി വരാനുള്ള കാരണം. അല്ലെങ്കിൽ ഇന്ന് ഇവിടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞു പോയെന്ന് കേട്ടപ്പോ നമ്മുടെ മുന്നിൽ വെച്ച് അമിത സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പൊ മുറിയിൽ പോയ ശേഷം അടക്കി വെച്ച സന്തോഷം രണ്ടാളും പുറത്തെടുത്ത് കാണും. ഇനിയിപ്പൊ അത് കരുണയോട് വിളിച്ച് പറയുകയും ചെയ്യും. എല്ലാരും സന്തോഷിക്കട്ടെ മഹി. ഇങ്ങനെ എത്രയോ തവണ അവർക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയതാ. മഹി മരിച്ചെന്ന് കരുതി കമ്പം വരെ പൊട്ടിച്ചതല്ലേ. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? ഇതുപോലുള്ളവരെയൊക്കെ ഈ രീതിയിൽ തന്നെ ശിക്ഷിക്കേണ്ടത്. എല്ലാം ദൈവത്തിന്റെ കളിയാണെന്ന് പറഞ്ഞാൽ മതി. കണ്ണേട്ടന്റെ അച്ഛനെന്ന ആക്സിഡന്റിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ കണ്ണേട്ടന് തളർച്ച പോലും വരില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് ആ ശകുനിയെ. അല്ല, ആരുടെ കാര്യമായി പറയുന്നേ? ആ വാമദേവനെ തന്നെ. അയാൾക്കും അയാളുടെ മോനും കണ്ണേട്ടനെ മഹിയും കൊല്ലാൻ മടിയൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ കണ്ണേട്ടന്റെ അച്ഛനെ കൊല്ലില്ലെന്ന് പറയാൻ പറ്റുമോ? അന്ന് ചിലപ്പോ ലോറിക്കാരന് പണം കൊടുത്തു വിട്ടത് അയാളായിരിക്കും. എന്നുവെച്ചാ അത് വെറും ഒരു ആക്സിഡന്റ് അല്ല, കൊലപാതകമാണെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനൊരു സംശയം അനന്തോട്ടനും ഇല്ലാതില്ല.
അയ്യോ അയ്യോ എനിക്ക് വയ്യ എനിക്ക് വയ്യ. എനിക്ക് എന്താടാ എന്ത് പറ്റിയടാ? വാര്യലിനെ കുറിച്ച് ഓർക്കാതെ ചിരിച്ച് ഇപ്പൊ താഴോട്ടുമില്ല മുകളിലോട്ടുമില്ല. എന്റെ ഭഗവാനെ. തൃശ്ശങ്കുരാമേ. അയ്യോ, ഒരു കാര്യം ചെയ്യാം. ഞാൻ നിന്നെ ഒന്ന് പിടിച്ചു കിടത്താമേ. പതുക്കെ, കിടത്താം. പതുക്കെ, പ്രതാപേ, കിടക്ക്. അയ്യോ. കിടക്ക്. അയ്യോ. അയ്യോ ഏയ്. കാല് താഴ്ത്തി വെക്കടാ. കാല് താഴ്ത്തി വെയ്. അമ്മേ, അമ്മേ. എടാ, നീ ഇങ്ങനെ ഇരുന്ന ഇനി ചിരിക്കാൻ പറ്റുമോ? വേദനെടുക്കുന്നു. എനിക്ക് പഴയതുപോലെ നിവരാനും കുരിയാനൊന്നും പറ്റും തോന്നില്ല. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പോയി വൈദ്യരെ വിളിച്ചോണ്ട് വരാം. വൈദ്യരെ, വൈദ്യരെ, വൈദ്യരെ. അയ്യോ എന്താ നിക്ക്, പറയട്ടെ. അവിടെ നിക്ക്. വൈദ്യരെ, ദേ നോക്കിയേ. കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റതാ. പിന്നെ താഴോട്ടും ഇല്ല മുകളിലോട്ടും ഇല്ല. ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുവാ. എവിടെയോ ഒരു നട്ടോ ബോൾട്ടോ മുറുകിയിട്ടുണ്ട്. അത് ഇളക്കിയെങ്കിലേ അയാൾക്ക് കിടക്കാൻ പറ്റൂ. അയ്യോ ഒന്ന് നോക്ക് വൈദ്യരെ. വൈദ്യരെ എന്താ? വിലങ്ങി അയ്യോ, സാറേ, വാരിയിൽ തന്നെ ഇടി കിട്ടിയേ. എല്ലാം ഒടിഞ്ഞു പറിഞ്ഞു തൂങ്ങിയെന്നാ തോന്നുന്നത്. എടോ ജയപാല, മെല്ലെ ഒന്ന് തടവി കൊടുക്ക്. അയ്യോ പതുക്കെ അയ്യോ കരയാതെ. ജയപാല, നന്നായിട്ടൊന്ന് തടവി കൊടുക്ക്. ഈടാ പ്രതാപ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടടാ. പതുക്കെ കരയോ. വേദന സഹിക്കാൻ പറ്റത്തില്ല അമ്മേ. അയ്യോ ജയപാല, ഒന്നും നോക്കണ്ട, നന്നായിട്ട് അങ്ങോട്ട് തടവ്. ആ അയ്യോ എടോ, ജീവൻ താൻ ഇങ്ങോട്ട് മാറ്, ഞാനൊന്ന് നോക്കട്ടെ. പ്രതാപ, മോനെ, എന്താടാ എന്ത് പറ്റി? അയ്യോ പ്രതാപ, എന്നെ വിട്ടു പോയാടാ. ഇനി ഒന്ന് എഴുന്നേറ്റിരുന്നേ. ആ ആ പതുക്കെ, കുറച്ച് പുറകോട്ട് തല വെച്ചോളൂ. ഇപ്പോഴാ മുറിയ ബോൾട്ട് ഒന്ന് അയഞ്ഞത്. എന്നാലും ജീവനങ്ങ് നിന്നുപോയി സാറേ. 14 ലോകം കണ്ടു. അല്ല, ആരാ തന്നെ തല്ലിയത്? ആ മാർക്കോയാ സാറേ, അല്ലാതെ വേറെ ആരും തല്ലാനാ? എടോ ജയപാല, മാർക്കോയുടെ കയ്യിൽ നിന്നാണ് തല്ലുകൊണ്ടതെങ്കിൽ നമ്മുടെ മരുന്നൊന്നും പെട്ടെന്ന് ഇയാളുടെ ശരീരത്തിൽ ഫലിക്കത്തില്ലല്ലോടോ. അതെ അതെ. ഇതിനു മുമ്പും എനിക്ക് അവന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയിട്ടുള്ള, പക്ഷേ വാരിൽ ഇതുപോലെ അളന്നു തൂക്കി അവൻ ഇടിക്കുന്നത് ആദ്യമായിട്ടാ. ആ, അങ്ങനെയൊക്കെ ചെയ്യാൻ വൈരാഗ്യം എന്തെങ്കിലും അവന് തന്നോടുണ്ടായിരുന്നോ? അയ്യോ ഇല്ല സാറേ. സാറേ ഇതവന്റെ ഒരു വിനോദമാ. അവന്റെ കൈ ഇങ്ങനെ തരിക്കുമ്പോ അവൻ ഇവനെ തല്ലണം. അവനാണ് തല്ലിയതെങ്കിലേ കാരണമില്ലാതെ തല്ലത്തില്ല. ഒരു കാരണമില്ലെന്ന് പറഞ്ഞില്ലേ സാറേ. അവന് തല്ലണമെന്നും കൊല്ലണമെന്നും ഒക്കെ തോന്നുമ്പോ അവൻ നേരെ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ ദേഹത്തിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ആ പിന്നെ സാറേ, അവളുടെ കുഞ്ഞു പോയില്ലായിരുന്നോ, ലക്ഷ്മിയുടെ? ആ പോയി. വിഷം എന്തെങ്കിലും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും രക്ഷയുണ്ടോ? സാറേ, അതിൽ ഞങ്ങൾക്ക് ഒട്ടും സങ്കടമില്ല സാറേ. ആ കണ്ണൻ എന്തുമാത്രം സ്നേഹിച്ചതാ അവളെ. പിന്നെ അവളതൊന്നും ഓർക്കാതെ വേറൊരുത്തന്റെ പിന്നാലെ പോയവള്. അതുകൊണ്ട് ദൈവം വിചാരിച്ചു കാണും ആ കുഞ്ഞിനെ അങ്ങ് കളയാന്ന്. അതെ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിന് ദോഷം വരാൻ വേണ്ടിയിട്ട് പലഹാരത്തിൽ വിഷം കലർത്തിയത് ആരായാലും അവരെ മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. മുതിർന്നവർ തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അതിന് കുഞ്ഞുങ്ങളെന്ന് പഴിച്ചു. ഇവിടെ ദൈവമല്ലേ സാറേ വിധി നടപ്പാക്കുന്നേ. കണ്ണനെ ചതിച്ചതിന് ദൈവം അവക്കിട്ടൊരു കൊട്ടു കൊടുത്തതാ. ഇന്നെന്തായാലും കുറച്ച് കുഴമ്പ് തരാം. അതൊക്കെ ശരീരത്തിലൊക്കെ ഇട്ട് താനൊന്ന് നടക്ക്. നാളെ വേദന കുറച്ചൊന്ന് കുറയും. അത് കഴിഞ്ഞ് ഒഴിച്ചു നടത്താം. വാ ജയപാല.
നീ ഇനി നേരത്തെ ചിരിച്ച പോലെ ചിരിക്കല്ലേ. എപ്പോഴാ ഉളുക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും എനിക്ക് ആ സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേടാ മണ്ണുണ്ണിയുടെ അമ്മായി അച്ഛാ. പൊന്ന്. അയ്യോ. മണ്ണുണ്ണിയുടെ അമ്മായി അച്ഛാ. സാറേ, കയ്യും കാലൊക്കെ ഒടിഞ്ഞ ആൾ അവിടെ ഉണ്ട്, തോമസ് സാറിന്റെ അരികില്. ഓ, അയാളുടെ അമ്മയും കൂട്ടിയാ വന്നിരിക്കുന്നേ. അപ്പോ അങ്ങോട്ടൊന്ന് പോകേണ്ടി വരുമല്ലോ സാറേ. പോണം. പക്ഷേ ഞാൻ പോകുമ്പോ എനിക്ക് അയാളുടെ അടുത്ത് നല്ല രീതിയിലല്ലേ സംസാരിക്കാൻ പറ്റൂ. അയാളുടെയും അയാളുടെ അമ്മയുടെയും കാഴ്ചപ്പാടില് ഞാനിപ്പോ അവരുടെ ബന്ധുവും മഹിശത്രുവല്ലേ. സാറേ, അവിടെ പോയിട്ട് അവന്റെ ഉള്ള ആരോഗ്യം കൂടി കളഞ്ഞാലോ? അല്ല, മേഘൻ കിടപ്പിലായി. മേഘന്റെ അച്ഛൻ മെല്ലെ എഴുന്നേറ്റിട്ടുണ്ട്. ആ വീൽ ചെയർ ഫ്രീയാ. പ്രതാപനെ അങ്ങ് വീൽ ചെയറിലാക്കിയാലോ? അത് വേണ്ട, ഞാൻ അയാൾക്ക് നല്ല തല കൊടുത്തിരിക്കുന്നേ. അല്ല, സാർ അങ്ങോട്ട് പോയായിരുന്നോ? ഇല്ല, പോയില്ല. ഇടയ്ക്കൊന്ന് പോണം. ലേഖ ഇപ്പോ മഹിയുടെ അടുത്തുണ്ട്. എങ്കിലും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം. മഹാലക്ഷ്മി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അയാൾ അങ്ങോട്ട് വന്നത്? ഒന്നും എനിക്കറിയില്ല. മഹാലക്ഷ്മി ഉള്ളിടത്ത് അയാളും അയാളുടെ അമ്മയും കൂടെ വന്നത് അപകടമാണ് സാറേ. അയാളെക്കാളും സൂക്ഷിക്കണം ആ കിളവിയെ. ഏയ്, അവിടെ വെച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും മാർക്കോ ഇടയ്ക്ക് അവിടെ ചെന്ന് അയാളെ ഒന്ന് വിരട്ടണം. ഇപ്പൊ തന്നെ ഇരട്ടടി അടിച്ചത് മാർക്കോയാണെന്ന് അയാൾ സംശയിക്കുന്നുണ്ടാവും. അവനവിടെ എത്തിയ സ്ഥിതിക്ക് വേറൊരു അപകടം ഉണ്ടല്ലോ സാറേ. മേഘനോട് സാറ് നടക്കുമെന്ന് പറഞ്ഞത് ആ കാർത്തികേന. അവന്റെ കൈകൾ ഇപ്പൊ ചലിക്കുന്നുണ്ട്. അവനെ എങ്ങാനും പ്രതാപൻ കാണുമെന്നറിയില്ല. കണ്ടാൽ അവൻ സത്യം പറയോ? പറയാനുള്ള സാധ്യതയൊന്നുമില്ല. അവന്റെ കാര്യങ്ങൾ ഇനി സാറ് നോയിക്കോളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ എന്തായാലും ജീവൻ വെച്ച് കളിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും രണ്ടാളും അടുത്തടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഒന്നുകൂടി അവിടെ പോയി അവരൊന്ന് വിരട്ടുന്നത് നല്ലതാ. പിന്നെ പ്രതാപന്റെ കൈ ഒന്ന് പിടിച്ച് തിരിക്കാം. ഒരു കണക്കിന് അയാൾ അവിടെ വന്ന് നന്നായി. കുഞ്ഞു പോയ വിശ്വാസത്തിൽ തല്ലുകൊണ്ടതുപോലും അയാൾക്ക് വലുതായി വേദനിച്ചു കാണില്ല. എന്നാൽ ഇനി സത്യങ്ങൾ അറിഞ്ഞ ശേഷം അയാൾ വേദനിക്കണം. ഇടയ്ക്ക് മാർക്ക് അങ്ങോട്ട് പോകും, അത് പറയാനാ ഞാൻ വിളിപ്പിച്ചേ. ശരി സാർ. അതെ, അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാർക്കയുടെ ഒരു ശ്രദ്ധയുണ്ടാവണം. അത് സാർ എന്നോട് പറയണ്ട. ഇനി മഹാലക്ഷ്മിയുടെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തോളാം. സാർ ധൈര്യമായിട്ട് വെക്കോ. ആഹാ, മോളോ? എന്താ മോളെ വിളിച്ചു പറയാതിരുന്നേ? അങ്ങനെയെങ്കിൽ അവൻ വന്ന് കൂട്ടിക്കൊണ്ടു വരത്തില്ലായിരുന്നോ? സന്തോഷമുള്ള കാര്യങ്ങൾ അറിയുമ്പോ പെട്ടെന്ന് തന്നെ ഓടി വന്ന് പറയണ്ടേ അമ്മേ, അതുകൊണ്ടാ ഓടി വന്നത്. മോളെ, മോളുടെ അച്ഛൻ ഇന്നലെ രാത്രി തല്ല് കിട്ടിയില്ലേ? എന്നിട്ട് മോൾക്കെന്താ ഇത്ര സന്തോഷം? അതിന് കാര്യമുണ്ടമ്മേ. അച്ഛന് തല്ല് കിട്ടിയെങ്കിലും അവരിപ്പോ കരച്ചിലോട് കരച്ചിലാ ലക്ഷ്മി. അവളുടെ കുഞ്ഞു പോയി. ആ പലഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പോകുന്നുള്ള കാര്യം ഉറപ്പായിരുന്നല്ലോ. അങ്ങനെ കുഞ്ഞു പോയതുകൊണ്ടാ രാത്രി അച്ഛന് തല്ല് കിട്ടിയത്. അവൻ തന്നെയാ വന്ന് തല്ലിയത് ആ മാർക്കോ. അവൻ പരിക്ക് പറ്റി കിടക്കുമല്ലായിരുന്നോ? അതിന്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് തുടങ്ങിയോ? കണ്ണേട്ടൻ പറഞ്ഞ കേട്ടില്ലമ്മേ. 100-150 കിലോമീറ്റർ സ്പീഡിലാ കാർ ചെന്ന് അവന്റെ ബുള്ളറ്റിലിടിച്ചത്. ആ സ്പോട്ടിൽ തന്നെ അവൻ തീർന്നു കാണുമെന്നാ കണ്ണേട്ടൻ വിചാരിച്ചത്. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പാറക്കല്ലെടുത്ത് മേഘേട്ടന്റെ തലക്കിട്ടു. എന്നുവെച്ചാ ലോറി വന്ന് തട്ടിയാലും ചതയാത്ത ശരീരം അവന്റെ ശരീരം. അതുകൊണ്ടാണ് മേഘേട്ടൻ കോമയിലായപ്പോഴും അവന് ഒരു കുഴപ്പമില്ലാത്തത്. അവളിപ്പോ എവിടെയാ മോളെ? തോമസ് വൈദ്യന്റെ വീട്ടില്. അയാള് മറുമരുന്നൊക്കെ കൊടുത്തിട്ടും രക്ഷയൊന്നും ഉണ്ടായില്ല. കുഞ്ഞ്
അവളുടെ വയറ്റിനകത്ത് വെച്ച് തന്നെ പോയി. അവളവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ മുത്തശ്ശിയുടെ കൂടെ അച്ഛനും തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോയത്. എന്ന് വെച്ചാ അച്ഛന്റെ വാരിയിലൊക്കെ തകർന്നിരിക്കുക. അവിടെ ആവുമ്പോ അച്ഛന് ചികിത്സയും കിട്ടും, ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. ആ ഉദ്ദേശത്തോടെയാ പോയത്. അവസാനം അറിയേണ്ടത് അറിഞ്ഞു. അപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. കൊറേ നാളുകൂടിയാ സന്തോഷമുള്ളൊരു വാർത്ത കേട്ടത്. ആ പിന്നെ കണ്ണം വരുമ്പോഴേ അവനോടും പറയണം. അങ്ങനെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. കുഞ്ഞുപോയി, ഇനി അമ്മയും കൂടെ ഒഴിവാക്കണം. അതെ, വെറുതെ മാത്രം പറഞ്ഞാ പോരാ. ഉണ്ണിയേട്ടനിപ്പൊ ചെറുപ്പോ, ആവശ്യത്തിന് ആരോഗ്യവും ഉണ്ട്. അപ്പൊ ഇനി എന്റെ അച്ഛനെയും മേഘേട്ടനെയും നിങ്ങളുടെ അമ്മാവനെയും ഒക്കെ തല്ലുകൊള്ളിക്കാതെ ഉണ്ണിയേട്ടൻ അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. അയ്യോ, എന്നിട്ട് ഇവനും കിടപ്പിലായാ പിന്നെ നമുക്ക് സഹായത്തിന് ആരും ഇല്ലാതായി പോവും മോളെ. എന്റെ അച്ഛൻ ഇങ്ങനെ തല്ലുകൊള്ളുന്നതേ ഞാനും അമ്മയുടെ മോനും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ലക്ഷ്മിയും ലക്ഷ്മിയുടെ കുഞ്ഞും ഇല്ലാതായി കാണണമെന്ന് നമ്മളെയൊക്കെ പോലെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ ഉണ്ണിയേട്ടൻ. പിന്നെ ഉണ്ണിയേട്ടനും അതിനുവേണ്ടി ശ്രമിച്ചാലെന്താ? അവളുടെ മരണവാർത്ത കൂടി എനിക്ക് കേൾക്കണം.